DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 6 വ്യാഴം. ഇന്നും തുടർന്ന് വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ 7 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കാസർഗോഡ്, കണ്ണൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത അറിയിപ്പ്, ബാങ്കിംഗ് മേഖലയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയ അവലോകന യോഗം വായ്പാ നിരക്കുകളിൽ മാറ്റമില്ലാതെ നിർത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. RBIയുടെ റിപ്പോ നിരക്ക് 5.25% മാറ്റമില്ലാതെ തുടരുന്നതിനാൽ ബാങ്ക് വായ്പകളുടെ പലിശ നിരക്കുകളിൽ ഉടനടി വർധനവോ കുറവോ ഉണ്ടാകില്ല. ഭവന വായ്പ, വാഹന വായ്പ, വ്യക്തിഗത വായ്പ തുടങ്ങിയവ തിരിച്ചടക്കുന്ന സാധാരണക്കാരായ ഉപഭോക്താക്കൾക്ക് പ്രതിമാസ അടവ് തുകയിൽ മാറ്റമുണ്ടാകില്ല എന്നത് വലിയ ആശ്വാസമാണ്. അടുത്ത അറിയിപ്പ്, PM കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം കൈപ്പറ്റുന്ന കർഷകർ ശ്രദ്ധിക്കുക. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചില ഗുണഭോക്താക്കൾക്ക് തങ്ങൾ ഇതുവരെ കൈപ്പറ്റിയ തുക തിരികെ അടയ്ക്കണമെന്ന് കാട്ടി നോട്ടീസുകളൊക്കെ ലഭിക്കുന്നതായി ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അർഹതയില്ലാത്ത പലരും പദ്ധതിയുടെ ആനുകൂല്യം പറ്റിപ്പോന്നിട്ടുണ്ടെന്ന സംശയത്തിൽ സർക്കാർ രേഖകൾ പുനഃപരിശോധിച്ചതിനെ തുടർന്നാണ് ഇത്തരം നടപടികളിലേക്ക് സർക്കാർ കടന്നിട്ടുള്ളത്. അർഹതയില്ലാത്തവർക്ക് ലഭിച്ച തുക തിരികെ ഈടാക്കാനുള്ള നടപടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടായേക്കാം. എന്നാൽ എല്ലാ ഗുണഭോക്താക്കൾക്കും ഇത്തരത്തിൽ നോട്ടീസുകൾ വരുന്നു എന്നല്ല ഇതിന്റെ അർത്ഥം. സർക്കാരിന്റെ മാനദണ്ഡങ്ങൾ ലംഘിച്ച് ആനുകൂല്യം കൈപ്പറ്റിയവർക്ക് മാത്രമാണ് ഇത് ബാധകമാകുന്നത്. പദ്ധതിയുടെ നിലവിലെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ചില വിഭാഗങ്ങൾക്ക് PM കിസാൻ ആനുകൂല്യങ്ങൾക്ക് അർഹതയില്ല. ആദായനികുതി അടക്കുന്നവർ, ഡോക്ടർ, എഞ്ചിനീയർ തുടങ്ങിയ പ്രൊഫഷണൽ ജോലിയുള്ളവർ, മാസം 10,000 രൂപയോ അതിലധികമോ സർവീസ് പെൻഷൻ കൈപ്പറ്റുന്നവർ തുടങ്ങിയവർക്കൊന്നും PM കിസാൻ ആനുകൂല്യം ലഭിക്കാൻ യോഗ്യതയില്ല. ഈ പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും പദ്ധതി തുക കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ കടുത്ത നടപടികളും തുക തിരിച്ചടയ്ക്കാനുള്ള നോട്ടീസും നേരിടേണ്ടി വരാം. എന്നാൽ യഥാർത്ഥത്തിൽ അർഹരായ കർഷകരാണെങ്കിൽ ഇത്തരം വാർത്തകളിൽ പരിഭ്രാന്തരാകേണ്ടതില്ല. അടുത്ത അറിയിപ്പ്, കേരളത്തിലെ മുൻഗണനാ റേഷൻ കാർഡ് ഉടമകളിൽ വലിയൊരു വിഭാഗത്തിന് തിരിച്ചടിയായി കേന്ദ്ര സർക്കാരിൻ്റെ AI പരിശോധന വന്നിരിക്കുകയാണ്. സംസ്ഥാനത്തെ മുൻഗണനാ റേഷൻ കാർഡ് ഉടമകളിൽ 3 ലക്ഷം രൂപയ്ക്ക് മേൽ വാർഷിക വരുമാനമുള്ള 86,000 പേരെ AI സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ കണ്ടെത്തി റേഷൻ മുൻഗണനാ പട്ടികയിൽ നിന്ന് പുറത്താക്കാൻ നടപടി ആരംഭിച്ചിരിക്കുകയാണ്. ഈ വർഷം ആദായനികുതി റിട്ടേൺ സമർപ്പിച്ചവരുടെ വിവരങ്ങൾ കേന്ദ്ര സർക്കാർ സൂക്ഷ്മമായി പരിശോധിച്ചപ്പോഴാണ് മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട നിരവധി അനർഹർ കടന്നുകൂടിയ വിവരം വ്യക്തമായത്. ആദായനികുതി അടക്കുന്നവരുടെ പട്ടികയും റേഷൻ കാർഡ് ഉടമകളുടെ വിവരങ്ങളും ഒത്തുനോക്കിയാണ് കേന്ദ്രം ഈ വിവരങ്ങൾ ശേഖരിച്ച് സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന് കൈമാറിയത്. കുടുംബത്തിൽ ആരെങ്കിലും ആദായനികുതി ഒടുക്കുന്നവരാണെങ്കിൽ അവരെ റേഷൻ മുൻഗണനാ പട്ടികയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കണമെന്നാണ് നിലവിലുള്ള നിയമവ്യവസ്ഥ. അനർഹമായി മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ച് സൗജന്യ റേഷൻ ധാന്യങ്ങൾ കൈപ്പറ്റിയവരിൽ നിന്ന് വിപണി വില കണക്കാക്കി വലിയ തുക പിഴയായി ഈടാക്കാനാണ് തീരുമാനം. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.